മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പത്മഭൂഷൺ അവാർഡ് വാങ്ങാൻ വേണ്ടി ഭാര്യയും നമ്മുടെ ദുൽഖർ സൽമാനുമായിട്ട് എയർപോർട്ടിൽ വരുന്ന ഒരു കിഡിലൻ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലാകുന്നുണ്ട്. കിഡിലൻ ലുക്കിലാണ് മമ്മൂക്കയുടെ ഒരു എൻട്രി. ഈ വരുന്ന 25-ാം തീയതി മമ്മൂക്ക നിധി സഹദേവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് പോവുകയാണ്. അതിനകത്ത് മറ്റൊരു താരമായിട്ടെത്തുന്ന നമ്മുടെ ആഷിറാണ്. ഗാങ്സ്റ്റർ സിനിമയായിട്ടാണ് ഇത് അണിയറയിൽ പുരോഗമിക്കാൻ പോകുന്നത്. വളരെ പ്രതീക്ഷയുള്ള മറ്റ് ചില സിനിമകൾ കൂടി ഈ വർഷം തന്നെ മമ്മൂക്ക ചെയ്യുന്നുണ്ട്. ഇപ്പം മട്ടാഞ്ചേരി മാഫിയ, അതുപോലെ തന്നെ അമൽ നീരദ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ ബിലാലല്ല, മറ്റൊരു സിനിമയാണ് ചെയ്യാൻ പോകുന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പം ഒരു വലിയ സിനിമകളാണ് ഇനി മമ്മൂക്കയുടേതായിട്ട് പുറത്തു വരാനിരിക്കുന്നത്. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദുൽഖറിൻ്റെ മലയാള ചിത്രമാണ് ഐ ആം ഗെയിം. നഹാസ് ഹിദായത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വേഫെയർ കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് 20-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത്. 5 ഭാഷയിലായിട്ടാണ് സിനിമ എത്തുന്നത്. കേരളത്തിൽ ഏതാണ്ട് 400ഓളം വരുന്ന സ്ക്രീനുകൾ ഇതിനടക്കം തന്നെ വേഫെയർ കമ്പനി ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഈ സിനിമയോടൊപ്പം തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ട് എത്തുന്ന ഖലീഫ എന്ന സിനിമയും ഒരു ക്ലാഷ് റിലീസായിട്ടാണ് ഇത് 2 സിനിമകളും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. വളരെ പ്രതീക്ഷയുള്ള 2 സിനിമകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് മമ്മൂക്കയുടെ ആ ഒരു മാസ് എൻട്രി, ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. മലയാളികളുടെ അഭിമാന താരമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് രാഷ്ട്രപതിയിൽ നിന്നും പത്മഭൂഷൺ അവാർഡ് സ്വീകരിക്കാൻ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ്. മമ്മൂക്കയുടെ ഒപ്പം സുൽഫത്തും അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാനുമായിട്ടാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ട. ലുക്ക് ഇക്കായ വെല്ലാൻ വേറെ ആരുമില്ല. കാരണം 74 കഴിഞ്ഞ് 75-ാമത്തെ വയസ്സിലേക്ക് കയറുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ഒരു ക്വാളിറ്റി ഉണ്ടാവും അല്ലേ? ആ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മാത്രം കാണുന്നതല്ല കേട്ടോ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗവും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അല്ലാതെ സിനിമയിൽ മാത്രം ഒതുങ്ങി നിന്ന് ആ സിനിമയിൽ നിന്ന് സമ്പാദിച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് അടിച്ചു പൊളിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം വിദ്യാമൃതം പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ പങ്കുവെച്ച് നമ്മൾ കണ്ടു. ഈ ആദിവാസി കോളനി പഠിക്കുന്ന കഴിവില്ലാത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങളും അവർക്ക് പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങളും എത്ര വരെ അവർ പഠിച്ചാലും അത്രയും വരെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതുപോലെ കുട്ടികളുടെ കാലിൻ്റെ ഒക്കെ ബോൺ സർജറി, അങ്ങനെ കുട്ടികളെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്ന ഒരു മഹാ തന്നെയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സ്വന്തം മമ്മൂക്കക്ക് കിട്ടുന്ന ഓരോ അംഗീകാരവും അത് പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയൊരു അംഗീകാരം തന്നെയാണ്. കാരണം നമുക്കും കൂടെ കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് മമ്മൂക്കക്ക് കിട്ടുന്ന അംഗീകാരത്തെ നമ്മൾ നോക്കുകയാണ്. എന്തായാലും ആ മനുഷ്യൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടാണല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ് അല്ലേ മച്ചാൻ, വേറെ റേഞ്ചാണെന്നേ. എന്താണേലും മമ്മൂക്കക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.